നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല. മലയുടെ അടുത്തുള്ളൊരു വയലിലാണ് ആ വൃദ്ധൻ പണി ചെയ്യുന്നത്. രാവിലെ പണിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു പാത്രത്തിലാക്കി അയാൾ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ആ പാത്രം ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ട ശേഷം അയാൾ വയലിൽ പണിയെടുക്കും. മധ്യാഹ്നമായാലുടൻ അയാൾ അതെടുത്ത് ഭക്ഷിക്കും. ഒരു ദിവസം ഉച്ചയായപ്പോൾ അയാൾ പണി നിർത്തി. ഭക്ഷണം കഴിക്കാൻ ചോറ്റുപാത്രം എടുത്ത് നോക്കിയപ്പോൾ അത് ശൂന്യമായിരിക്കുന്നതായി കണ്ടു. പക്ഷെ അതിനുള്ളിൽ ഒരു കുരുവി ഇരുന്ന് ഉറങ്ങുന്നു. അതാണ് അതിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ തിന്നു തീർത്തതെന്ന് ആ വൃദ്ധ കർഷകന് മനസ്സിലായി. കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളൊരു കുരുവിയായിരുന്നു അത്. വൃദ്ധൻ തൻ്റെ വിശപ്പ് മറന്ന കുരുവിയെ ആ പാത്രത്തോടുകൂടി എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് അതിനെ സ്നേഹപൂർവ്വം വളർത്താൻ ആരംഭിച്ചു. അന്നും വൃദ്ധൻ അതുപോലെ പണിയെടുക്കാൻ വേണ്ടി വയലിലേക്ക് പോയിരുന്നു. വീട്ടിൽ അലക്കിയ വസ്ത്രങ്ങൾക്ക് കഞ്ഞി മുക്കാൻ വേണ്ടി അവിടുത്തെ അമ്മൂമ്മ ഒരു പാത്രത്തിൽ കഞ്ഞി തയ്യാറാക്കി വെച്ചിരുന്നു. അത് രുചിച്ചു നോക്കിയ കുരുവി അത് വളരെ സ്വാദിഷ്ടമാണെന്ന് കണ്ടു. ഉണ്ടായിരുന്ന കഞ്ഞി മുഴുവനും അത് കുടിച്ചു തീർത്തു കളഞ്ഞു. വസ്ത്രങ്ങളെല്ലാം കഴുകിയിട്ട് ആ വൃദ്ധ മാതാവ് കഞ്ഞി വെച്ചിരുന്ന പാത്രം എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോൾ അത് ശൂന്യമായിരിക്കുന്ന കണ്ടു. അന്താളിച്ചു പോയ ആ അമ്മൂമ്മ എന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മൂലയിൽ കുരുവി വയറും തള്ളിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അരികിൽ ചെന്ന് അതിനെ കയ്യിലെടുത്ത് ആ അമ്മൂമ്മ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ ചുണ്ടിൽ അല്പം കഞ്ഞി പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അമ്മൂമ്മയ്ക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം ഉണ്ടായി. അരിശ നിയന്ത്രിക്കാനാവാതെ അവർ സ്വയം പിറുപിറുത്തുകൊണ്ട് പോയി. ഒരു ചെറിയ കത്തിയെടുത്ത് കൊണ്ടുവന്ന് ആ അമ്മൂമ്മ കുരുവിയുടെ നാക്ക് വലിച്ചു നീട്ടി അത് മുറിച്ചു കളഞ്ഞു. വേദന താങ്ങാനാവാതെ നിലവിളിച്ചുകൊണ്ട് കുരുവി ആ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും പിടഞ്ഞു ചാടി പറന്നുപോയി. അന്ന് വൈകുന്നേരം ആ വൃദ്ധൻ വീട്ടിലെത്തിയപ്പോൾ നടന്ന സംഭവം അറിഞ്ഞു. അയാൾ അത്യന്തം ദുഃഖിതനും മ്ലാനവദനുമായി തീർന്നു. ആ കുരുവിക്ക് എന്തു പറ്റിയോ? ദൈവമേ, ഇപ്പോൾ അത് എവിടെയായിരിക്കും? അതേപ്പറ്റി ഓർത്തപ്പോൾ ആ വൃദ്ധൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വേദന അനുഭവപ്പെട്ടു. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ആ കുരുവിയെ കണ്ടുപിടിച്ച് അതിനെയും കൊണ്ട് ഞാൻ മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചാണ് ഒടുവിൽ ഒരു മുളങ്കാട്ടിൽ വെച്ച് അയാൾ ആ കുരുവിയെ കണ്ടെത്തി. കുരുവിയുടെ ഇരിപ്പിടം കണ്ടുപിടിച്ചു. അയാൾക്ക് അതിയായ സന്തോഷം തോന്നി. ഒരു കടുകുമണിയോളം പോലും ദേഹകാട്ടാതെ നിർദ്ധയ നിൻ്റെ നാക്ക് കണ്ടിച്ചു കളഞ്ഞതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്, അതിയായ ദുഃഖമുണ്ട്. നിന്നെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. കുരുവിയും അതിൻ്റെ കുടുംബാംഗങ്ങളും ആ വൃദ്ധന് കെങ്കേമമായൊരു സ്വീകരണം നൽകി. ആടിപ്പാടി അവ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇങ്ങനെ വളരെ നേരം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ നോക്കി വീട്ടിൽ കാത്തിരിക്കുന്നു വേണം, ഞാൻ പോയിട്ട് വരാം. അയാൾ പോകാൻ ഭാവിച്ചപ്പോൾ ആ കുരുവി 2 പെട്ടികൾ എടുത്തുകൊണ്ടുവന്ന്, ഒന്ന് ചെറുതും മറ്റൊന്ന് വലുതുമായിരുന്നു. ഈ പെട്ടികളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളുടെ സ്നേഹസമ്മാനമായി താങ്കൾക്ക് എടുത്തുകൊണ്ടു പോകാം. കുരുവി പറഞ്ഞു, ഞാനൊരു വൃദ്ധനാണ്, വലിയ പെട്ടി ചുമക്കുവാനുള്ള ശേഷി എനിക്കില്ല, എനിക്ക് ചെറിയ പെട്ടി മതി എന്ന് പറഞ്ഞ വൃദ്ധൻ ചെറിയ പെട്ടി എടുത്തുകൊണ്ട് യാത്രയായി. അയാൾ വീട്ടിൽ വന്നതും നടന്ന സംഭവമെല്ലാം ആ അമ്മൂമ്മയോട് പറഞ്ഞു. ഭാര്യയായ അമ്മൂമ്മയോട് പറഞ്ഞപ്പോൾ പെട്ടി തുറക്കാൻ തിരക്കായി. അവർ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ആ വൃദ്ധൻ്റെയും ആ അമ്മൂമ്മയുടെയും കണ്ണ് മങ്ങിപ്പോയി. ആ പെട്ടി നിറച്ചും സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതിൽ നിന്ന് എടുക്കും തോറും അതിനുള്ളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ വന്നുകൊണ്ടുമിരുന്നു. അങ്ങനെ അവർക്ക് ധാരാളം സമ്പത്ത് ഉണ്ടായി. അപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് അത്യാഗ്രഹം അടക്കാൻ കഴിഞ്ഞില്ല. വലിയ പെട്ടി എടുത്തുകൊണ്ട് വരാതെ ചെറിയ പെട്ടി എടുത്തുകൊണ്ട് വന്നതിന് ആ അമ്മൂമ്മ
ഭർത്താവായ ആ വൃദ്ധനോട് ദേഷ്യപ്പെട്ടു. വായി തോന്നിയതെല്ലാം പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ അമ്മുമ്മ ആ കുരുവിയെ തേടിപ്പോയി. വൃദ്ധന് കിട്ടിയതുപോലെയുള്ള ആചാര ഉപചാരങ്ങൾ ആ അമ്മുമ്മയ്ക്കും കിട്ടി. അവസാനം അമ്മുമ്മ യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ ഈ കുരുവി 2 പെട്ടിയെടുത്ത് കൊണ്ടുവന്ന് അവരെ യാത്രയാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കിഴവി ആ വലിയ പെട്ടി, ഈ അമ്മുമ്മ ആ വലിയ പെട്ടിയാണ് തിരഞ്ഞെടുത്തത്. കഷ്ടപ്പെട്ട് വലിച്ച് തലയിൽ വെച്ച് ചുമന്നും കൊണ്ട് അവർ വീട്ടിലേക്ക് യാത്രയായി. പക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവർക്ക് ഇതിനകത്ത് എന്താണ് എന്ന് അറിയുവാനൊരാഗ്രഹം. അവർ വഴിക്ക് പെട്ടി താത്തിറക്കി. എന്നിട്ട് ആ അമ്മുമ്മ ആ പെട്ടി തുറന്നു നോക്കി. അപ്പോൾ അതിനുള്ളിൽ നിന്നും നിരവധി പല്ലികളും പാമ്പുകളും വെളിയിലേക്ക് ചാടിയിറങ്ങി. പാമ്പിനെയും നിരവധി പല്ലികളെയും കണ്ട ഈ അമ്മുമ്മ ഭയന്ന് നെഞ്ചത്തടിച്ച് പെട്ടിയും കളഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പാഞ്ഞുപോയി. ഇതാണ് ഈ ജപ്പാൻ നാടോടിക്കഥ. ഈ കഥ നൽകുന്ന സന്ദേശം അത്യാഗ്രഹം അപകടം വരുത്തും എന്നുള്ള സന്ദേശമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.